ഇന്ന് നമ്മളെ പള്ളിയിലെ നോമ്പറക്കലാട്ടെ, കാങ്കുളം പള്ളീൻ്റെ നോമ്പറക്കലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് നമ്മൾ കാണിക്കുന്നത്. കുറച്ച് മുന്നേ നമ്മൾ മസാല കൂട്ടിയാണ്. അപ്പോൾ നമ്മൾ വേറൊരു പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് മസാല ഇവിടെ നിന്ന് കൂട്ടി. നല്ല കുട്ടൻ ബിരിയാണിൻ്റെയാണ്. കുട്ടൻ എള്ളയെ കുട്ടനാണ്. ഇതാണ് കുട്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയ മൂരിക്കുട്ടികൾട്ടാ. ചെറിയ മൂരി 40 35 മൂരിക്കുട്ടികൾട്ടാ. ഏകദേശം 2 മണിക്കൂർ നമ്മൾ മസാല കൂട്ടിച്ചിട്ട് നമ്മൾ ദമ്മിടാനുള്ള പരിപാടി നോക്കട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഡ്, പുതിയ ഷെഡ്. തപ്പുള്ള റാക്കുന്നതാണ്. ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി കുപ്പി അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മസാലകളാണ്. നമ്മുടെ മസാലകൾ നമ്മൾ പാക്കറ്റ് പൊടി ഇവിടേക്ക് കടിയിൽ ഇവിടുന്ന് കാറ്ററിംഗ് ഉണ്ടാകുന്ന സമയത്തൊന്നും ക്വാണ്ടിറ്റി ചെറുതാവും. ചിലപ്പോൾ 10 ലാനോ 15 ലാനോ ഒക്കെ ആയതുകൊണ്ട് മല്ലിപ്പൊടി ഇതാ, മുളക് പൊടി ഇതാ, മഞ്ഞപ്പൊടി ഇതാ, ചെറിയ ജീരക ചിക്കൻ മസാല, നമ്മളുണ്ടാക്കിയ ചിക്കൻ മസാലയാണ്. എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരോ മസാലകൾ ഫ്രഷ് ഓരോരുത്തരുണ്ട്. ഓരോരോ മസാലകൾ, അറബി മസാല, മന്തി മസാല, ചിക്കൻ മസാല, അതേപോലെ തന്നെ ബിരിയാണി മസാല നമ്മളെന്താ റെസിപ്പി കാണിച്ചു. എല്ലാ ഐറ്റവും ഒരു ഏകദേശം 72 ഐറ്റംസിൻ്റെ മസാല നമ്മൾ കാണിച്ചു കിട്ടും. ഓരോരോ എപ്പിസോഡായിട്ട് നമ്മൾ കൊടുക്കും. പോയ വെള്ളം കൂടുന്ന വെച്ച് ഞാനത് കൂട്ട് നല്ല സ്മെല്ലുള്ള പട്ടണം. ഏലക്കായ് നിങ്ങളെ കാങ്കുളം പള്ളീൻ്റെ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു അളിയനായിട്ട് വരും. പെണ്ണുങ്ങളെ എളാപ്പാൻ്റെ മോനട്ടാ. അളപ്പിച്ചറിയ മുന്തിരി തന്നത് പട്ട, ഏലക്കായ് പൂട്ട്, ഇഞ്ചി വെളുത്തുള്ളി, കരിവേപ്പിൻ്റെ മല്ലിപ്പൊടി കേട്ടോ. പൈനാപ്പിൾ കസ്റ്റമർ ഇവിടെ കാണാൻ ഇപ്പോഴാണ് കിട്ടുള്ളൂ. ഇതേമാതിരി പെരക്കലിന് കല്യാണത്തിനൊക്കെ. പക്ഷെ വേറെ ഉണ്ട്, നേരത്തെ നല്ല വണ്ടി കച്ചവടം ഉണ്ട്. ഏത് വണ്ടിയാണെങ്കിലും ഇവനെ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ പെണ്ണ് കല്യാണം നോക്കണമെങ്കിൽ ഇവനക്ക് എവിടെയെങ്കിലും നിങ്ങളെ ഭാഗത്ത് നല്ല കുട്ടികളിൽ ഇവന് ബന്ധപ്പെട്ട എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൻ വേണ്ടിട്ടാ. ആത്മാർത്ഥത പഠിക്കുന്ന ആരെങ്കിലും നിങ്ങൾ അരി പറ്റിച്ച് ഫസ്റ്റ് ചെമ്പുകൾ അരി പറ്റിച്ചിട്ടാ. 2 ചെമ്പായിട്ടിട്ടാണ് ഫസ്റ്റുള്ള അരി നമ്മൾ തിളപ്പിച്ച് മൂടിയിട്ടാണ്. മേച്ചോറ് അടിയിലേക്ക് കുത്തിയിടുക. അടിച്ചോറ് മേപ്പോട്ടും വരും കേട്ടോ. കോരി ഇങ്ങനത്തെ കോരിങ്ങൾ എവിടെയും കണ്ടിരിക്കണം. പിന്നെ സ്റ്റീലുണ്ടാവും, പക്ഷെ ഇത് സ്റ്റീലല്ല കേട്ടോ. ഇത് സെറാമിക്കാണ്, കോയൻ്റെ കോരിയാണ്. പക്ഷെ ഇത് കോയ എവിടുന്നാണ് കൊടുന്നത് പോലും ഇതായിരിക്കും പറഞ്ഞു. കോയത് കൊടുന്നതാ ഇത് കിട്ടില്ല. ഇങ്ങനത്തെ കോരി കുറേ ഞാൻ നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല ഈ കോരി. ഇങ്ങനത്തെ കോരിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണേണ്ട വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് നമ്മൾ മെസ്സേജ് അയക്കണ്ട. അങ്ങനത്തെ കോരിയോടെ ഉണ്ടെങ്കിൽ മനുഷ്യൻ ചെയ്തിട്ട് നമ്മളെ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കണം. ഈ കോരി എവിടെയെങ്കിലും കാണാൻ. ഇതിന് പുതിയതിട്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഐറ്റംസ്. ആദ്യം ഫസ്റ്റ് ദമ്മടിക്കട്ടാ. മേനാളെ വയ്ക്കണം ബാബോട്ടാ. ബാബോടിക്കണം എനിക്ക് വേറെ 2 പരിപാടി ഉണ്ട്. ഒരിടത്ത് ദമ്മിട്ടിക്കണേ, ഒരിടത്ത് ഒന്ന് ദമ്മിട്ട് ഇങ്ങോട്ട് ദമ്മിടാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മിട്ടാ. അപ്പൊ നമ്മൾ മോനെ ഏൽപ്പിച്ച് പോകണം. മോനെ ഇതിങ്ങനെ കത്തി കഴിയുമ്പോൾ സൈഡിൽ കൂടി എവിടെയെങ്കിലും ആവി വരണ്ടാ എനിക്ക് വിളിച്ചു പറയട്ടാ. വീഡിയോ എടുത്ത് വിട്ടേട്ടാ. നേരങ്ങ വീണ് നേരെ എത്തി കൊടുക്കണം. ഇതാവോ നോക്കുമ്പോൾ 5:30 മണി കഴിഞ്ഞിരിക്കണം. ആവൂല അവിടെ സെക്രട്ടറി ജ്യൂസ് അടിക്കും. നമ്മൾ ഇവിടുത്തെ കൂട്ടായ്മ പയ്യന്മാരൊക്കെ അപ്പോൾ മാറിക്കുണ്ട്. എൻ്റെ വീട് അനിയൻ്റെ വീട് പള്ളി. അപ്പോൾ ഇവിടുത്തെ നോമ്പൂറിൻ്റെ വിശേഷമായിട്ടൊന്ന് 5 സെക്രട്ടറിൻ്റെ എന്തൊരു കമ്മിറ്റിയാണ് എന്താണെന്ന് അറിയില്ല. ചെക്കന് പെണ്ണ് അന്നേൻ്റെ അന്വേഷിന് ചെക്കനിട്ടാ എന്താ മതി ചങ്കേട്ടാ. ഒരു കാലത്ത് എൻ്റെ 12 മണിക്കുണ്ടായിരുന്നു. 12 മണിക്കും 12 മണിക്കും ഞങ്ങൾക്ക് അടി കിട്ടാത്ത സ്ഥലം നല്ല മേക്കണ്. എന്ത് ഇവനൊക്കെ നമ്മൾ പണിക്ക് പറഞ്ഞേക്കല്. അവിടെ വീണൊക്കെ ടെറസിൻ്റെ മേലെ കിടന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. എൻ്റെ പറയാ ഫസ്റ്റ് ചെമ്പ് പൊട്ടിച്ചാട്ടാ. ഇവിടുന്ന് നമ്മൾ ഷെഡിൽ നിന്ന് മറിച്ചിക്കാണ്ട് കൊണ്ടുപോയിട്ടാണ്ട് കുത്തിച്ച് കാണാം. അവിടെ സ്ഥലം ഉണ്ടാവില്ല. നമ്മളിവിടുന്ന് ഇളക്കി മറിച്ചിട്ടതിന് ശേഷം കൂട്ടി കൊണ്ടുപോകും. 2 മണിക്കൂർ ചെമ്പിട്ടാണ് 2 മണിക്കൂറിട്ടാണ്. ചെമ്പിലെ ഫുള്ള് റൈസ് നമ്മൾ എടുത്തിട്ടാ. ഫുള്ള് റൈസ് നമ്മൾ മേൽക്കാക്കി റൈസ് ചോറ് മറിച്ച് കൊണ്ടിരിക്കണം. കോയുണ്ട്, സർഫറുണ്ട്.
നല്ല ചോറ് അടിപൊളിയായിട്ട് പിരിഞ്ഞ് നിൽക്കണം. അപ്പോൾ മറിച്ചുകൊണ്ട് കളിയാറ് മറിച്ചാണ്. ഭയങ്കര നോമ്പുള്ളവർക്കുള്ള ആളാണ്. ഇറക്കിയാണ് സൗദി നോമ്പറക്കാനായിട്ട് ഇറക്കിയാണ്. ചോറ് വിളമ്പണ ആള് നിസാറാട്ടോ. മസാലൊക്കെ ഇട്ട് വിളമ്പുണ്ട്. സലീം വെള്ളമായിട്ട് പോകുന്നുണ്ട്. ജസീൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാദിക്ക് STK മുതലാളി പ്രൊപ്പറേറ്ററുമായ സാദിക്ക് അച്ചാറിട്ട് കൊടുക്കണം. കല്യാണ പേര് നടാട് അച്ചാറിട്ട് കൊടുക്കാത്ത ആളാണ്. ഇപ്പോൾ പള്ളിക്കലൊക്കെ ഉണ്ട്. ഭയങ്കര സേവനമാണ്. ഏകദേശം ഒരു 100-150 ആൾക്കാർ സീറ്റ് ഉണ്ട് കേട്ടോ. പള്ളിക്കൽ നിസ്കരിച്ചു കൊണ്ടൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ ചോറ് ഇതാക്കി കൊടുക്കുകയാണ്. ബാബു ഇതാ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബാബു ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉസാറാണ്. നമ്മൾ റഷ്യാക്ക് പോയതാ ഇവിടെ വെറുതെ നോക്കി. എന്താ പുതിയാപ്പിള ചെക്കനെ നടന്നുകൊണ്ടിരിക്കണം. എന്താ പാട് കുട്ടൻ ബിരിയാണി? എന്താ പാട്? ഒരു പീസ് പോലില്ല. ഫുള്ള് തീർത്ത സാബിയ ഇങ്ങനെ എടുക്കുക. എന്താ ബിരിയാണി എന്താ പാടാ? ബിരിയാണി പാട് എത്തിയപ്പോ സൗദിയിൽ നിന്ന് വന്ന ആളാണ്. സൂപ്പർ. ഫാസിയ അസ എന്താ പാടാ? എന്താ പാടാ? അടിപൊളി. എന്താ പാട് ബിരിയാണി? സാറല്ലേ എന്താ പാട് ചോറ്? കഴിഞ്ഞില്ല പറഞ്ഞ ഇനി അങ്ങോട്ട് കുറെ കൊല്ലം ഇതേമാതിരി കുട്ടൻ ബിരിയാണി എന്നുള്ള യോഗം ഉണ്ടാകട്ടെ. പ്രഷറും കൊളസ്ട്രോളൊന്നും ഇല്ലാതെ ഇതേമാതിരി അടിച്ച് കയറ്റാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം നമ്മൾ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യട്ടെ. ഓക്കെ.